നന്ദിനി എന്റെ അടുത്തേക്ക് വാ. നന്ദിനി സൂര്യ, നീ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. നിന്നോട് ഞങ്ങൾ പരമാവധി ദേഷ്യപ്പെടാതെ നോക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുപാട് പരീക്ഷിക്കരുത്. എനിക്ക് നിങ്ങളൊന്നും പരീക്ഷിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ എന്റെ നന്ദിനി എന്തായത് അത് പറ. ഞങ്ങൾ അവളെ ഒന്നും ചെയ്തില്ല. അവൾക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പറയില്ല, നന്ദിനി അങ്ങനെ ഒരിക്കലും പറയില്ല. നിങ്ങൾ അവളെ എവിടെയെങ്കിലും പൂട്ടിയിട്ടിരിക്കാവും, അല്ലെങ്കിൽ കൊന്നോ അവളെ. കൊല്ലാൻ മടിക്കില്ല നിങ്ങള്. ഒരു കൊലപാതകം ചെയ്യാൻ ഒരു മടിയില്ലാത്തോടെ നിങ്ങള്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എന്നെ നന്ദിനിക്ക് എന്താ സംഭവിച്ചേ? മമ്മി താഴെയുണ്ട്. നിന്റെ ബഹളം കേട്ട് മമ്മിക്ക് ഭ്രാന്ത് പിടിച്ചാലുണ്ടല്ലോ. അവർക്കിനി എന്ത് ഭ്രാന്താ പിടിക്കാനുള്ളത്? നന്ദിനി എന്ന പേര് കേൾക്കുമ്പോ തന്നെ ഭ്രാന്തല്ലേ? അത് കുറെ കാലമായിട്ടുള്ളതല്ലേ? അമ്മയുടെ പേരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ ഒന്ന് നിൽക്കാൻ പറ. എന്റെ കൈയെത്തുന്ന ദൂരത്ത് വന്നു നിന്നാ ഞാൻ പറയിപ്പിക്കാം നന്ദിനിക്ക് എന്താ സംഭവിച്ചെന്ന്. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് നല്ലത് വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നത്. നിനക്ക് അവളെ ശരിക്കും മനസ്സിലായിട്ടില്ലടാ. അവളും അവളുടെ അച്ഛനും ഒക്കെ നേട്ടം കണ്ടുകൊണ്ട് കൂടെ നിന്നതാ. അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോ അവള് പോയി. മിണ്ടരുത്. നന്ദിനി ലാഭം നോക്കി നിന്നു അല്ലേ? ഈ കുടുംബത്തിൽ നിന്ന് ലാഭം നോക്കി ജീവിച്ച ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ നിന്റെ ഭർത്താവുക. സ്വന്തം കുടുംബം ഇല്ലാതാക്കി പോലും നേട്ടങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ മാത്രം. ഇവിടെ നന്ദിനി പാവ. നിങ്ങളൊക്കെ ഇത്രയും ആക്ഷേപിച്ചിട്ടും ദ്രോഹിച്ചിട്ടും നന്ദിനി എന്നെ വിട്ടുപോയതേ ഇല്ല, അറിയോ? അത് നന്ദിനിക്ക് എന്നോടുള്ള സ്നേഹമാ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പണത്തിനോടുള്ള കൊതിയോ ആർത്തിയോ ഒന്നും അല്ല. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, നിന്റെ ഭാര്യയുടെ വലിയ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്കത് കാണാൻ താല്പര്യമില്ല. എത്രയൊക്കെ നീ വാഴ്ത്തി പാടിയാലും അവസാനം ഇറങ്ങിപ്പോയില്ലേ? നന്ദിനി ഇവിടെ ഉണ്ട്. നന്ദിനി ഇവിടെ തന്നെ ഉണ്ട്. നന്ദിനി 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 നന്ദിനി. ഇനി ഒരടി മുന്നോട്ട് വച്ച നിന്റെ കാല് ഞാൻ വെട്ടും. അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ കരയാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കും. കേറിപ്പോ. നിക്ക്. ഈ വീടിനകത്ത് പല ശബ്ദങ്ങളും കേൾക്കും. അതൊന്നും നീ നിന്റെ തലയിലേക്ക് കയറ്റാൻ പാടില്ല. നിന്നോട് മറ്റുള്ളവർക്ക് ചോദിക്കാനുള്ള ചോദ്യം അടുക്കളയെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും മാത്രം. അതിന് മാത്രം നീ പ്രതികരിച്ചാൽ മതി.